ഹായ് വെൽക്കം ടു ദിനിയാസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. കാൽക്കുലേഷൻ ഓഫ് ക്രെഡിറ്റ് സെയിൽ ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ഇതെങ്ങനെയാണ് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. അത് കാരണം എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നി. എന്നാലും ഒന്ന് തറവായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വരയ്ക്കാം. ഇതിപ്പോൾ ആദ്യം തന്നെ ഞാൻ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഡെറ്റേഴ്സ് എപ്പോഴാണ് ഉണ്ടാവുക? ഡെറ്റേഴ്സ് എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുക? ഒരു സെയിൽ നടത്തുമ്പോഴാണ് നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ടാവുക. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാശ് തരാനുള്ളവർ. ഒരു സെയിലാണെന്ന് വെച്ചാൽ നമുക്ക് എന്താ എൻട്രി വരാം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് എന്ന് വരും, ക്യാഷ് സെയിലാണെങ്കിൽ. അപ്പോൾ അത് ക്രെഡിറ്റ് സെയിലാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്യാഷ് നമുക്കില്ല, അതിന് പകരം ഡെബിറ്റ് ആണല്ലോ. അതിന് പകരം നമ്മളിവിടെ എന്ത് എഴുതും? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ്. ഇങ്ങനെയാണ് ആ എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് ആണ്. ഇതിപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയോ ബിയോ സി ആണെന്നുണ്ടെങ്കിൽ ആ പേര് നമ്മൾ എഴുതും. ഇതാണ് ഒരു ക്രെഡിറ്റ് സെയിലിൻ്റെ എൻട്രി, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ്. ഇവിടെ കണ്ടോ ഓപ്പണിംഗ് ബാലൻസ്, ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അപ്പോൾ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. എത്രയാണ് ബാലൻസ് ബ്രോട്ട് ഡൗൺ? 10,800 നമ്മൾ എഴുതി. ഇനി അടുത്തത് ക്യാഷ് റിസീവ്ഡ്. ക്യാഷ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. അതിൽ ക്യാഷ് റിസീവ് ചെയ്ത് അപ്പോൾ ക്യാഷിനെ പിടിച്ച് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എൻട്രി എന്താ വരാം? ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സിൻ്റെതാണല്ലോ കിട്ടുന്നത്. ഡെറ്റേഴ്സിൻ്റെ കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. എത്രയാണ്? 36,850. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ ബൈ ക്യാഷ് എത്ര രൂപയാണ്? 36,850. മനസ്സിലായല്ലോ ഈ എൻട്രി? ഇനി അടുത്തത് ഡിസ്കൗണ്ട് അലൗഡ്. ഇത് നമുക്ക് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരാം. ഡിസ്കൗണ്ട് അലൗഡ് എങ്ങനെയാണ് വരാമെന്നുള്ളത്. അതിന് ഏറ്റവും സിമ്പിളായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഡിസ്കൗണ്ട് കൊടുക്കുക? നമ്മൾ പെട്ടെന്ന് കുറേ ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു 10,000 റുപ്പീസ് അവിടെ നിന്ന് കിട്ടാണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും? നിങ്ങളൊരു 9,000 ഇപ്പോൾ പേ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാം. അങ്ങനെയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബൾക്കായിട്ട് സാധനങ്ങൾ വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ ഡിസ്കൗണ്ട് എപ്പോഴും ക്യാഷിൻ്റെ ഒപ്പമാണ് നിൽക്കുക. അപ്പോൾ ഞാൻ പറയട്ടെ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ക്യാഷ് റിസീവ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞു എപ്പോഴും ക്യാഷിൻ്റെ ഒപ്പമാണ് നിൽക്കുക. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് അപ്പോൾ ഈ ക്യാഷിൻ്റെ ഒപ്പം അല്ലേ നിൽക്കുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ചെയ്യേണ്ട യാതൊരു കൺഫ്യൂഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. ക്യാഷ് കിട്ടുമ്പോഴാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക. ക്യാഷ് കിട്ടുമ്പോൾ എന്താ എൻട്രി വരാം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് പോകുമ്പോൾ എന്താ എൻട്രി വരാം? ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷിൻ്റെ ഒപ്പം തന്നെ ഡിസ്കൗണ്ട് അലൗഡ്. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് എത്ര രൂപയാണ്? 2,000. അങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വരില്ല. ക്യാഷിൻ്റെ ഒപ്പം ടു ക്യാഷ് എന്നാണെങ്കിൽ ടു ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ ബൈ ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ്? 2,000. അടുത്തത് ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ്. അതായത് കിട്ടാക്കടം. നമുക്ക് ബാഡ് ഡെറ്റ് വന്നു. ബാഡ് ഡെറ്റ് വരുമ്പോഴത്തെ എൻട്രി നമുക്ക് ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ്. ഇതാണ് ബാഡ് ഡെറ്റ് വരുമ്പോഴത്തെ എൻട്രി. കിട്ടുമ്പോഴല്ല, വരുമ്പോഴത്തെ എൻട്രി എത്ര രൂപയാണ്? 450. ഓക്കെ, ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. ബാഡ് ഡെറ്റ് ആണ് നമ്മുടെ ഇത്. ഒരു ബാഡ് ഡെറ്റ് വരുമ്പോഴത്തെ എൻട്രി ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ്. അപ്പോൾ ബൈ ബാഡ് ഡെറ്റ്
എത്ര രൂപയാണ്? 450 rupees. ഇതല്ലെങ്കിൽ ഞാൻ വേറൊരു ടൈപ്പ് ഇതിൻ്റെ പറഞ്ഞു നോട്ടെ. ഇപ്പം നമുക്കൊരു ഡെറ്റേഴ്സ് ഒരു 500 rupeesൻ്റെ ഡെറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടില്ല. അപ്പം ഇവിടെ നമുക്ക് ക്യാഷായിട്ട് 50 രൂപ തരണോന്ന് വിചാരിക്കും. ബാക്കിയുള്ള എമൗണ്ട് ബാഡ് ഡെപ്റ്റ്. ടോട്ടൽ ഡെറ്റേഴ്സ് 500. അങ്ങനെയും തിങ്ക് ചെയ്യാം. പക്ഷെ ഇതിനേക്കാളും ഒന്ന് ഈസി ആയിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്ന് കാണാണ്ട് പിടിക്കുന്നതാവും നല്ലത്. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ഡെറ്റേഴ്സ് എന്ന് പറയാനും ഈസിയാണ്. റിട്ടേൺസ്. റിട്ടേൺ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. എപ്പോഴാണ് നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ടാവുക? നമ്മളൊരു സാധനം സെല്ല് ചെയ്യുന്ന സമയത്ത് അല്ലേ? അപ്പം നമ്മുടെ എൻട്രി എന്തുട്ടാ വരാം? സെല്ല് ചെയ്യുമ്പോഴത്തെ എൻട്രി എന്തുട്ടാ? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ്. ഇതാണല്ലോ സെല്ല് ചെയ്യുമ്പോഴത്തെ എൻട്രി. അത് റിട്ടേൺ ആയിരുന്നു. സെയിൽസ് ക്രെഡിറ്റിലാണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും? നേരെ റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ് അല്ലേ? സെയിൽ ചെയ്യുമ്പോഴത്തെ എൻട്രി ടു സെയിൽസ് ആണെങ്കിൽ റിട്ടേൺ വരുമ്പോഴത്തെ നേരെ റിവേഴ്സ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ് എത്ര രൂപയാണ്? 800 rupees ബൈ ഡെറ്റേഴ്സ് 800. അയ്യോ സോറി, ബൈ ഡെറ്റേഴ്സ് അല്ല, ബൈ റിട്ടേൺ, സോറി. ഇനി ബി ആർ റിസീവ്ഡ്. ബി ആർ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസീവ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ബി ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വേറെ ലെസണിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യാനോ ക്രെഡിറ്റ് ചെയ്യാനോ ചെയ്യുക, അതുപോലെ തന്നെയാണ് ബി ആർ കിട്ടുമ്പോഴും. ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബി ആർ കിട്ടുമ്പോഴും നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ബി ആർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ വരാം ബൈ ബി ആർ 8,400. ഇനി ബി ആർ ഡിസോണേഡ്. റിസീവ് ചെയ്യുമ്പോൾ ഇതാ ഉണ്ടെന്ന് വെച്ചാൽ ഡിസോണർ ആകുമ്പോൾ എന്താ എൻട്രി? അതിൻ്റെ നേരെ റിവേഴ്സ് അല്ലേ? റിസീവ് ചെയ്യുമ്പോൾ ഇതാ എൻട്രി. അപ്പോൾ ഡിസോണർ ആകുമ്പോൾ എന്താ എൻട്രി വരാം? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബി ആർ എത്രയാണ്? ഡിസോണേഡ് 600. അപ്പോൾ ടു ബി ആർ ഡിസോണേഡ് 600. ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട് 8,000. അടുത്തത് ബാഡ് ഡെപ്റ്റ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് നൗ റിസീവ്ഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് നൗ റിസീവ്ഡ്. ഇത് നമ്മുടെ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരില്ല. ഓൾറെഡി നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മുടെ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരില്ല. അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരാം. ഓക്കെ, ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്. പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് ചെയ്തത് കിട്ടിക്കഴിഞ്ഞാൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരില്ല, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്യുമ്പോൾ ഇത് ഈ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടാം 57,200. ഇവിടെയും 57,200 എഴുതി. ഇവിടെ നമ്മൾ ബാലൻസ് ഫിഗർ ആയിട്ട് ടു ക്രെഡിറ്റ് സെയിൽസ് ബാലൻസിങ് ഫിഗർ 45,800. സിമ്പിൾ അല്ലേ? ഓക്കെ, ഓരോന്നിൻ്റെ എൻട്രി ഒന്നുകൂടി ഞാൻ പറയാം. ടു ഓപ്പണിംഗ് ബാലൻസ്, ടു ബാലൻസ് ബ്രോ ഡൗൺ, ക്യാഷ് റിസീവ്ഡ്. ക്യാഷ് റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ്. ഇൻ ദ സെയിം വേ ബിൽസ് റിസീവ്ഡ് ബി ആർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ്. ഡിസോണർ ആകുമ്പോൾ കിട്ടിയുമ്പോഴത്തെ റിവേഴ്സ് ഉണ്ട്. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബി ആർ ഡിസോണേഡ്. ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് ക്യാഷിൻ്റെ ഒപ്പമാണ് ഡിസ്കൗണ്ട് നിൽക്കുക. ക്യാഷിനെ നമ്മളിവിടെ ഡെബിറ്റ് ആണ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കൗണ്ടിനെ അപ്പം അതുപോലെ തന്നെ ഒരുമിച്ച് ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ്. ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്. ഈ എൻട്രി പഠിക്കണം. ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്. അതിൻ്റെ എൻട്രി ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ്. റിട്ടേൺ സാധനങ്ങൾ സെയിൽസ് റിട്ടേൺ. അപ്പോൾ സെയിൽസ് വരുമ്പോൾ നമ്മുടെ എൻട്രി എന്താ വരിക? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ്
to sales. Sales return ആകുമ്പോൾ അതിൻ്റെ റിവേഴ്സ്, സെയിൽസിൻ്റെ റിവേഴ്സ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അറ്റഡ് ടു ഡെറ്റേഴ്സ്, ബിൽസ് റിസീവ് ചെയ്തു, ഡിസോണറായ ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, സിമ്പിളാണെന്ന് മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് വെറുതെ കിട്ടുന്ന മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സിമ്പിളായ കാര്യമാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. ഇതെങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് ആണല്ലോ. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ബൈ ബാലൻസ് ക്യാരി ഡൗൺ 5,900. ഇനി ക്യാഷ് പെയ്ഡ്, ഒന്നുമില്ല പറയാനായിട്ട്. ക്യാഷ് പേ ചെയ്തോ, ടു ക്യാഷ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എത്രയാണ് വരുന്നത്, ടു ക്യാഷ് 24,800. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇവിടെ ടു ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷിൻ്റെ ഒപ്പം തന്നെയാണ് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത്. ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്, ടു ക്യാഷിൻ്റെ ഒപ്പം ഡിസ്കൗണ്ട് റിസീവ്ഡ് എത്രയാണ്, 450 rupees. ഇനി റിട്ടേൺ എപ്പോഴാണ് നമുക്ക് റിട്ടേൺ വരാം, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്രെഡിറ്റേഴ്സ് ആണല്ലോ. അപ്പോൾ പർച്ചേസ് റിട്ടേൺ വരുമ്പോഴത്തെ എൻട്രി, ഒരു പർച്ചേസ് ചെയ്യുമ്പോഴത്തെ എൻട്രി എന്നിട്ട് വരാം, പർച്ചേസസ് അക്കൗണ്ട് അറ്റഡ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ, പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ തീർച്ചയായിട്ടും ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് റിട്ടേൺ, ടു പർച്ചേസ് റിട്ടേൺ എത്രയാണ്, 540 rupees. ഇനി ബിൽസ് പേയബിൾ ഇഷ്യൂഡ്, ഞാൻ പറഞ്ഞു ബില്ല് പേ ചെയ്യുക എന്ന് പറയുമ്പോൾ ക്യാഷ് പേ ചെയ്യുന്നതിനെ പോലെ നമ്മൾ ആലോചിക്കുക. ക്യാഷ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്രെഡിറ്റ് ചെയ്യും, ടു ക്യാഷ് ആക്കും. അതുപോലെ തന്നെയാണ് ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ബിൽസ് പേയബിൾ 2860. ക്ലോസിംഗ് ബാലൻസ്, ടു ബാലൻസ് ക്യാരി ഡൗൺ, ഡൗൺ അല്ല അത് ഡൗൺ ആണേ, 8,700. പിന്നെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ കൂടി ആഡ് ചെയ്തൂടെ. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 8,000 ടു ബാലൻസ് ആയോ, 8,000 ഇതല്ല 6,200 ആണ്. ഞാൻ തെറ്റി ഈ കോളത്തിൽ എഴുതി, ഈ കോളത്തിൽ എഴുതി, ഇവിടെയാണ് 6,200. ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 34,850. ഇവിടെയും 34,850 എഴുതി. ബാലൻസിങ് ഫിഗർ ബൈ ക്രെഡിറ്റ് പർച്ചേസ്, ബാലൻസിങ് ഫിഗർ കിട്ടാം 28,950. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഓക്കെ, ബൈ.